നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡിന്റെ ഉപവകഭേദങ്ങൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിദേശത്തു നിന്നും എത്തുന്നവരിൽ നിന്ന് രോഗവ്യാപനം തടയുന്നതിനുള്ള മുൻകരുതലും അധികൃതർ എടുത്തു കഴിഞ്ഞു. നാളെ മുതൽ വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധന നടത്തും. ഓരോ വിമാനത്തിലെയും 2% യാത്രക്കാരെയാകും ഇത്തരത്തിൽ പരിശോധിക്കുന്നത്. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ആരോഗ്യ കുടുംബ ക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കും വിദേശത്ത് നിന്ന് വരുന്നവർക്കും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ വിശദമായി നോക്കാം. ചില രാജ്യങ്ങളിൽ കോവിഡ് കേസുകളിൽ വർധനവുണ്ടായ സാഹചര്യത്തിലാണ് രാജ്യാന്തര യാത്രയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിക്കുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിമാനത്താവളം, തുറമുഖങ്ങൾ, കര, അതിർത്തി തുടങ്ങിയവയിലൂടെ ഡിസംബർ 24 രാത്രി 10 മണി മുതലുള്ള യാത്രകൾക്ക് ഇത് ബാധകമായിരിക്കുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ. എല്ലാ യാത്രക്കാരും അവരുടെ രാജ്യത്ത് കോവിഡിനെതിരായ വാക്സിനേഷന്റെ അംഗീകൃത ഷെഡ്യൂൾ പ്രകാരം വാക്സിനേഷൻ എടുത്തിരിക്കണം. യാത്രയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ: കോവിഡിനെതിരെ പിന്തുടരേണ്ട മുൻകരുതൽ നടപടികൾ, അതായത് മാസ്കിന്റെ ഉപയോഗം, സാമൂഹിക അകലം പാലിക്കുന്നത് തുടങ്ങിയവ. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഫ്ലൈറ്റുകളിലും യാത്രകളിലും എല്ലാ പ്രവേശന കവാടങ്ങളിലും ഉറപ്പാക്കണം. ഇത് കൃത്യമായി യാത്രക്കാർ പാലിക്കാനും ശ്രദ്ധിക്കുക. യാത്രാവേളയിൽ കോവിഡ് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന എല്ലാ യാത്രക്കാരനെയും നിശ്ചിത കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഐസൊലേഷന് വിധേയമാക്കണം. മേൽപ്പറഞ്ഞ യാത്രക്കാരെ നിർബന്ധമായും മാസ്ക് ധരിപ്പിക്കണം. വിമാനത്തിലോ യാത്രയിലോ സഹയാത്രക്കാരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം. യാത്രാനന്തരം തുടർ ചികിത്സയ്ക്കായി ഐസൊലേഷൻ സൗകര്യത്തിലേക്ക് മാറ്റണം. ഇനി യാത്ര ചെയ്ത് എത്തുന്നവർക്കുള്ള നിർദ്ദേശം: ശാരീരിക അകലം ഉറപ്പാക്കി വേണം വിമാനത്താവളങ്ങളിൽ നിന്നും മറ്റും യാത്രക്കാരെ പുറത്തിറക്കേണ്ടത്. എല്ലാ യാത്രക്കാരുടെയും തെർമൽ സ്ക്രീനിംഗ് അതാത് സ്ഥലത്ത് നിയോഗിച്ച ആരോഗ്യ ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. ഈ സ്ക്രീനിംഗ് വേളയിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്ന യാത്രക്കാരെ ഉടൻ തന്നെ ഐസൊലേറ്റ് ചെയ്യണം. ഇവരെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു നിശ്ചിത മെഡിക്കൽ സൗകര്യത്തിലേക്ക് കൊണ്ടുപോകണം. എത്തിച്ചേരുന്നിടത്ത് ഉറപ്പാക്കേണ്ട മറ്റ് നിബന്ധനകൾ: വിമാനത്തിലെ മൊത്തം യാത്രക്കാരുടെ 2% പേരെ അവർ എത്തിച്ചേരുമ്പോൾ വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിൽ നിന്ന് 12 വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവരിൽ ആർക്കെങ്കിലും കോവിഡ് ലക്ഷണമുണ്ടെങ്കിലോ ഇവർ സ്വയം നിരീക്ഷണ കാലയളവിലോ ആണെങ്കിൽ അവരുടെ പരിശോധന നടത്തുകയും കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ ഉറപ്പാക്കുകയും വേണം. ഓരോ ഫ്ലൈറ്റിലും ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയരാകേണ്ട യാത്രക്കാരെ ബന്ധപ്പെട്ട എയർലൈനുകൾ, അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് മുൻഗണന നൽകി തിരഞ്ഞെടുക്കും. അവരോട് സാമ്പിളുകൾ സമർപ്പിക്കാനും തുടർന്ന് വിമാനത്താവളം വിടാൻ അനുവദിക്കുകയും ചെയ്യും. അങ്ങനെ യാത്രക്കാരിൽ നിന്ന് ശേഖരിക്കുന്ന സാമ്പിളുകൾ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയാൽ ആ സാമ്പിളുകൾ ലബോറട്ടറി ശൃംഖലയിൽ ജീനോമിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത്തരത്തിൽ കോവിഡ് രോഗബാധിതരെന്ന് കണ്ടെത്തുന്ന യാത്രക്കാർക്ക് നിശ്ചിത കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ ഉറപ്പാക്കണം. വന്നെത്തിയ എല്ലാ യാത്രക്കാരും എത്തിച്ചേർന്ന ശേഷം അവരുടെ ആരോഗ്യം സ്വയം നിരീക്ഷണത്തിന് വിധേയമാക്കണം. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുകയോ ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറായ 1075 അഥവാ സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിവരം അറിയിക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.